നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പാർവതി ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയെന്നു. എന്തിന്? രാത്രി 2 മണിക്കാ പാർവതി ഹോസ്റ്റലിൽ തിരിച്ചെത്തിയത്. വൈകുമെന്ന് മാഡത്തെ വിളിച്ച് പറഞ്ഞതുമില്ല. എവിടെയായിരുന്നെന്ന് മാഡം ചോദിച്ചപ്പോ പാർവതി മറുപടിയും പറഞ്ഞില്ല. ഗേറ്റ് വഴിയല്ല പാർവതി ഹോസ്റ്റലിൽ കയറിയത്, മതിൽ ചാടി കടക്കുക ചെയ്ത്. ആർക്കാണെങ്കിലും സംശയം തോന്നുമല്ലോ. മാഡം എത്ര നിർബന്ധിച്ചിട്ടും സത്യം തുറന്നു പറയാൻ പാർവതി തയ്യാറായതുമില്ല. അവിടെ താമസിക്കുന്ന മറ്റു പെൺകുട്ടികൾ അതൊരു ഇഷ്യൂ ആക്കുകയും കൂടി ചെയ്തപ്പോ ഭൂമിക മാഡത്തിന് പാർവതിയെ പുറത്താക്കേണ്ടി വന്നു. രാത്രി 2 മണിവരെ നീ എവിടെയായിരുന്നു? ഈ ചോദ്യം ഭൂമിക മാഡവും ഞാനും എല്ലാവരും ചോദിച്ചു. പക്ഷേ പാർവതി ഒരു അക്ഷരം മിണ്ടാതെ നിൽക്കുക. പറു, നീ എവിടെയായിരുന്നു? പറ. അത് മാഡത്തിനോട് ഞാൻ പറഞ്ഞതാ. എന്റെ നാട്ടിലെ ഒരു കുട്ടിയെ ഇവിടെ വെച്ച് കണ്ടപ്പോ അവളുടെ കൂടെ അവളുടെ താമസ സ്ഥലത്ത് പോയി സംസാരിച്ചിരുന്ന സമയം പോയതേ അറിഞ്ഞില്ല. ഇത് നീ കള്ളം പറയുന്നത്. 8 മണി കഴിഞ്ഞ നിനക്ക് ടെൻഷന്. വൈകിയ മാഡം ഹോസ്റ്റലിൽ കയറ്റില്ല എന്ന് പറഞ്ഞ് നീ പോകാൻ തിടുക്കം കാണിക്കും. നീ രാത്രി 2 മണിവരെ കൂട്ടുകാരിയോട് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞ എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല പ്രിയൻ, കൂട്ടുകാരിയോട് സംസാരിച്ച സമയം പോയതാണെങ്കിൽ രാത്രി 2 മണിക്ക് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകൂ. ആ സമയത്ത് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അപകടമാണെന്ന് പാർവതിക്ക് അറിയാത്തതല്ലോ. സുഹൃത്തിന്റെ കൂടെ അവിടെ തന്നെ താമസിക്കല്ലേ ചെയ്യാ. പാർവതി പറയുന്ന കള്ളമാണ്. എല്ലാവരിൽ നിന്നും പാർവതി എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്. പാറു, നീ സത്യം തുറന്ന് പറയാൻ തയ്യാറാവത്തോളം കാലം നിന്നെ എല്ലാരും മറ്റൊരു കണ്ണിലൂടെ കാണൂ. നീ ഒരു പെൺകുട്ടിയാ. അത് നിന്നെ എങ്ങനെ ബാധിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ.